അതിനിടയിൽ ഡൽഹിയിൽ ഉന്നതതല യോഗങ്ങൾ നടക്കുന്നുണ്ട്. അമിത്ഷായുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ സുരക്ഷാ ഏജൻസികളുടെ തലവന്മാർ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ യോഗത്തിൽ ആരൊക്കെയാണ് യോഗത്തിന്റെ ഭാഗമാകുന്ന യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത് രണ്ടാമത്തെ യോഗമാണ്. ഇന്നിപ്പോൾ രാവിലെ ഒരു യോഗമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 3:30 മണിയോടുകൂടി രണ്ടാമത്തെ യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കർത്തവ്യ ഭവനിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ ഓഫീസിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ഉന്നതതല യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി ഉണ്ട്, മറ്റ് ഏജൻസികൾ, സുരക്ഷാ ഏജൻസികളുടെയും മറ്റു വിഭാഗങ്ങളുടെയും ഒക്കെ തലവന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, NIAക്ക് കൈമാറിയ ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. NIA കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുകയാണ്. അതായത് ചെങ്കോട്ടയിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഭീകരാക്രമണം തന്നെ എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. UAPA വിവിധ വകുപ്പുകൾ ഉപയോഗിച്ചാണ് ഡൽഹി പോലീസ് കേസെടുത്തത്. ഇപ്പോൾ NIAയും സമാനമായി UAPA ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസ് അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. അല്പസമയം മുമ്പ് NIA സംഘം അവിടെ ഒരു തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ഈ രണ്ടാമത്തെ ഫരീദാബാദിൽ നിന്നും ലഭിച്ച സ്ഫോടക ശേഖരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. JNK ജമ്മു കാശ്മീർ പോലീസ് DGP ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ജമ്മു കാശ്മീർ പോലീസാണ് ഈ സംഭവ വികാസങ്ങൾക്ക് തുടക്കമിടുന്നത്. അതായത് ഒരു വളരെ ദുരൂഹമായ ഒരു പോസ്റ്ററിൽ നിന്നാണ് ജമ്മു കാശ്മീർ പോലീസ് വലിയ തോതിൽ അന്വേഷണം ആരംഭിക്കുന്നത്. അതിനെ തുടർന്നിട്ടാണ് 7 പേരുടെ അറസ്റ്റിലേക്കും ഏകദേശം 2800-ലധികം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഫരീദാബാദിലെ സ്ഫോടക ശേഖരത്തെക്കുറിച്ചുള്ള വിവരവും അതിന് സഹായം നൽകുന്ന 2 ഡോക്ടർമാരെ കുറിച്ചുള്ള വിവരവും ലഭിക്കുന്നത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ പോലീസ്, ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി റെയ്ഡ് നടത്തുകയും ഒരു മുറിയിൽ നിന്നും ഇത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മുറി കഴിഞ്ഞ ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ മുസമ്മിൽ വാടകയ്ക്ക് എടുത്തത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവ 6 വലിയ ബാഗുകളിലും 4 ചെറിയ ബാഗുകളിലുമായിട്ടാണ് ഈ അമോണിയം നൈട്രേറ്റ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ള വിവരവും ഇപ്പോൾ ഹരിയാന പോലീസ് പങ്കുവെക്കുന്നുണ്ട്.